തനിക്കെതിരെ രേണുസുതി വീഡിയോ ചെയ്ത് കാര്യങ്ങൾ പറയട്ടെ എന്ന് വെല്ലുവിളിയുമായി കൊല്ലസുതിയുടെ സുഹൃത്തും കലാകാരനുമായ താജ് പത്തനംതിട്ട. അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും. ഇതുവരെ ആ കുടുംബത്തെ ഞാൻ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നിൽ തന്നെ തീരണമെന്നാണ് ആഗ്രഹം. പുറത്തറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട്. എൻ്റെ ഭാര്യയോട് അല്ലാതെ വേറെ ആരോടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ഒരു പൈസ പോലും വാങ്ങാതെ ആ വീടിന് വേണ്ടി പണിയെടുത്ത ആളുകളുണ്ട്. ആ പണിക്കാർക്ക് ദാഹജലം കൊടുക്കാത്തതിനാൽ അവരുടെ മനസ്സ് വേദനിച്ചതിനാൽ ആയിരിക്കണം ഇതൊക്കെ നടന്നത്. പണിക്കാർക്ക് വെള്ളം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ എങ്ങനെ കൊടുക്കാനാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത്. ദീർഘായുസ് ഉണ്ടാവട്ടെ. വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഫിറോസ് എന്നെ മിക്കവാറും ദിവസങ്ങളിൽ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. പലരുടെയും അടുത്തു നിന്നും സഹായം വാങ്ങിയാണ് ആ വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. അതൊന്നും മറക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ചു കളയാൻ അന്ന് ഫിറോസ് പറഞ്ഞു വന്നതിന് ആരെങ്കിലും ഒരാളെങ്കിലും തെളിവ് കാണിക്കട്ടെ. വീടുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും അവർ ഇങ്ങനെ വിളിച്ച് അറിയിച്ച് അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഈ വീട് വേണ്ട എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ചെലവിൽ പൊളിച്ചു കളഞ്ഞ ആ വസ്തു പഴയതുപോലെ ആക്കി കൊടുക്കാം. അവർ വേറെ ആരെങ്കിലും കൊണ്ട് പുതിയ വീട് പണിയട്ടെ എന്ന് മാത്രമാണ് ഫിറോസ് അന്ന് പറഞ്ഞതെന്ന് താജ് പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. രേണുവിന്റെ ചേച്ചി രമ്യ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ പിണങ്ങരുത് എന്നൊക്കെ പറഞ്ഞു. അവരും മക്കളും അല്ല രേണുവിന്റെ വീട്ടിൽ താമസിക്കുന്നത്. അവർ നേഴ്സാണ്. ഭർത്താവും ജോലി ചെയ്യുന്നു. പപ്പയുടെ ഭാഗത്തു നിന്ന് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടാകരുതായിരുന്നു എന്ന കാര്യമാണ് ഞാൻ അവരോട് പറഞ്ഞത്. സുധിയുടെ ഇൻഷുറൻസ് തുക ലഭിക്കുകയാണെങ്കിൽ അത് ആർക്കൊക്കെ ലഭ്യമാക്കണം എന്നതിന് കൃത്യമായ നിയമവശങ്ങളുണ്ട്. സുധിയുടെ അമ്മ, സുധിയുടെ നിയമപരമായ ഭാര്യ, മക്കൾ എന്നിവർ മാത്രമേ അവകാശികളായി വരികയുള്ളൂ. ഇളയ മകന് 5 വയസ്സ് മാത്രമായതിന് ആ തുക തുല്യമായി വീതിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റായി ബാങ്കിലിടണം. പിന്നെ ഞാൻ എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എനിക്കെതിരെ സംസാരിക്കട്ടെ എന്നും താജ് പറയുന്നു. അഭിമുഖത്തിനിടയിൽ താജ് കിച്ചുവിനെ ലൈവായി വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നെ ഈ വിഷയത്തിലേക്ക് പിടിച്ചിടണ്ട, വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിലൊന്നും ഇല്ലെന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി. മാമ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും കൊല്ലസുധിയുടെ മൂത്ത മാമൻ വ്യക്തമാക്കുന്നു. വീട്ടിൽ ഞാൻ അധികം നിന്നിട്ടില്ലെന്നും കിച്ചു പറയുമ്പോൾ നിനക്കും അനിയനും വേണ്ടി പണിത് തന്ന വീടാണ്, അവിടെയാണ് നിൽക്കേണ്ടത്. പഠിത്തം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരണം. എനിക്ക് ആരും ഇല്ലാതായി തോന്നുന്നത് മോനെയാണ്. മോന് അച്ഛനും അമ്മയും ഇല്ല. മോനെക്കുറിച്ച് ഇവർ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നായിരുന്നു താജിന്റെ മറുപടി. കഴിഞ്ഞ ദിവസം സുധിയുടെ രണ്ടാം ഭാര്യയായ വീണ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. രേണുവിന് കിച്ചുവിനെ ഇഷ്ടമല്ല. കിച്ചു അവർക്കിടയിൽ ഒരു ശല്യമായിരുന്നു, അല്ലെങ്കിൽ കിച്ചുവിനോടാണ് കൊല്ലസുധിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. കിച്ചു എന്ന് പറഞ്ഞ് കൊല്ലസുധി ജീവൻ കളയായിരുന്നു, അങ്ങനെ ഒക്കെ പറഞ്ഞ് വീണ പറയുന്നുണ്ടായിരുന്നു. അതേക്കുറിച്ച് കൂടുതൽ അവർ പറയാനും തയ്യാറായില്ല. ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും താജ് പറയുന്നത്. താജ് എന്ന് പറഞ്ഞ കലാകാരൻ അല്ലെങ്കിൽ ഇവരെ സഹായിച്ചിട്ടുള്ള ആ മനുഷ്യൻ പറയാൻ ഒരുങ്ങി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കും. കിച്ചുവിനെ ഈ രേണുവിനെ കണ്ടുകൂടാ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഋതിപ്പനെ കുറിച്ച് പറയുന്നത് ഒരു കാര്യമുണ്ട്. എൻ്റെ ഇളയ മകനെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ആരും സംസാരിക്കുക, എല്ലാം കിച്ചു കിച്ചു ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മൂത്ത മകനെ എങ്ങനെയാണ് കാണുന്നത്, സ്വന്തം പോലെയാണ് കാണുന്നത്, ആ രീതി മനസ്സിലാവും. അപ്പോൾ ഞാൻ രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. കിച്ചുവിനെ മറ്റൊരു രീതിയിൽ കാണുന്നത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ടത് കിച്ചുവിനാണ്. അവനൊരു നല്ല ഭാവി ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഋതപ്പനോട് നമുക്ക് സ്നേഹം തന്നെയാണ്. അവൻ കൊച്ചു കുഞ്ഞാണ്, അവനൊന്നും അറിയത്തില്ല. അവന് നല്ല രീതിയിൽ അവൻ വളർന്നു വരണം. ഈ ഒരു അലവലാതി കൂട്ടങ്ങൾക്കിടയിൽ അവൻ തെറിയും പഠിച്ച് തെറിവിളിയുമായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഒരു രീതിയിൽ അവൻ വളർന്നു വരരുത്. അവൻ്റെ മോശം സ്വഭാവമായി മാറരുത്. നല്ല സ്വഭാവത്തിൽ ഏതാണ്ട് കിച്ചുവിനെ കാണുമ്പോൾ അവനൊരു നല്ല പയ്യനായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു സ്വഭാവമുള്ള പയ്യനായിട്ടാണ് തോന്നുന്നത്. അതുപോലെ അവനും ആയിത്തരണമെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നുന്നത്. പക്ഷെ ഇവിടെ കിടന്ന് നിരന്തരമുള്ള എന്താ പറയുക, ലൈവ് ഇട്ട് തെറിവിളിയും ഇതൊക്കെ കൊച്ചും തിരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവരുത് അതിൻ്റെ സ്വഭാവം. നല്ല രീതിയിൽ അത് വളർന്നു വരണമെന്നാണ്
പിന്നെ പറയാനുള്ളത് ഇൻഷുറൻസൊക്കെ കിട്ടുമ്പോൾ അത് കിച്ചുവിന് ഇനി കിട്ടാതെ പോവുകയോ അല്ലെങ്കിൽ അവന് നഷ്ടമാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അത് അവന് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ആള്.